അദ്ദേഹം ഒരു വളരെ ഒരിക്കലും നിയമസഭയ്ക്കകത്ത് പറയാൻ പാടില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റാണ് പറഞ്ഞത്. ജനസംഘത്തിന്റെ കൂടെ നിന്ന് ഗാന്ധിയും നെഹ്റുവും ഉണ്ടായിരുന്ന കാലത്ത് എന്തിനാണ് പാകിസ്ഥാനിൽ കോൺഗ്രസ് ചോദിച്ചെന്ന് പറയുന്നത്. എന്തൊരു ഗാന്ധി നിന്ദയും നെഹ്റു നിന്ദയുമാണ് അങ്ങ് നടത്തിയത്. ഈ രാജ്യത്ത് വിഭജനം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങ് അതിന് ജനസംഘത്തിന്റെ കൂടെ നിന്നാണോ കോൺഗ്രസ് പറഞ്ഞത്? അങ്ങ് ദയവ് ചെയ്ത് അങ്ങ് പിൻവലിക്കണം, അല്ലെങ്കിൽ അങ്ങ് രേഖകൾ മാറ്റണം. ഇത് ഗാന്ധി നിന്ദയാണ് നടത്തിയത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ക്രമപ്രശ്നം പരിശോധിച്ച് ചെയ്യാം. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വേറെ രീതിയിലാണ്. ബഹുമാനായ അംഗം ഇവിടെ സൂചിപ്പിച്ചത് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ജനസംഘം നടത്തിയ അതിനകത്ത് ഉയർന്ന മുദ്രാവാക്യവും ആ മുദ്രാവാക്യത്തിൽ കോൺഗ്രസ് ചേർന്നിരുന്നു. ഇത് മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ മേധാവായിട്ടുള്ള ശ്രീ ഹക്കിംജി സാഹിബ് അദ്ദേഹം ഈ നിയമസഭയിൽ നടത്തിയ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുഴുവൻ വായിക്കാൻ ഇപ്പോൾ സമയമില്ല. എത്രമാത്രം ഇതാണ്. ഇപ്പൊ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വെടിവെച്ച് കൊന്നിട്ട് അന്ന് പ്രധാനമന്ത്രിയായ നെഹ്റു രാജിവെച്ചില്ലല്ലോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹക്കിംജി പറയുന്നത്. പുതുതായി 2 ജില്ലകൾ ഈ സംസ്ഥാനത്ത് ആസന്നഭാവി രൂപം കൊള്ളുന്നു. ജില്ലകളും താലൂക്കുകളും ഉണ്ടാകുന്നത് സ്വാഭാവിക അതിശയോക്തിപരമാണ്. അതിനെതിരെ ഓലപ്പാമ്പ് കാണിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ മതപരമായ ലഹള ഉണ്ടാക്കി കളയാമെന്നാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സിൽബന്ധികളായ കോൺഗ്രസും മുസ്ലിം ലീഗിന്റെ പ്രസംഗമാണ്, എന്റെ അല്ല, നിങ്ങളും നിങ്ങളുടെ സിൽബന്ധികളായ എന്നുവെച്ചാൽ കോൺഗ്രസിന്റെ സിൽബന്ധികളായ ജനസംഘക്കാരും അക്കാര്യത്തിൽ പരാജയപ്പെടാൻ പോവുകയാണെന്ന മുസ്ലിം ലീഗിന്റെ പ്രസംഗം അത് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു, പരിശോധിക്കാമെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ക്രമപ്രശ്നം ഉന്നയിച്ചു. ഒരു മിനിറ്റ്, പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചാൽ എല്ലാവരും ഉന്നയിക്കാൻ പറ്റുന്നതല്ല. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു, ശ്രീ അൻവർ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു, അതിന് നമുക്ക് ചെയർ പരിശോധിക്കാന്ന് പറഞ്ഞു. യെസ്, യു കണ്ടിന്യൂ. സർ, എനിക്ക് പ്രൊട്ടക്ഷൻ വേണം. അവരിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവ് സംസാരിക്കാറില്ല. അങ്ങനെ നിങ്ങൾ സംസാരിച്ചോ? അവര് ശബ്ദിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ 2 ഭാഗം ശബ്ദിച്ചിട്ടുണ്ട്. ശരിയാവില്ല. സംസാരിക്കാൻ എനിക്ക് കഴിയില്ല സാർ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാറില്ലല്ലോ. ഇവിടുന്ന് ആരെങ്കിലും സംസാരിച്ചോ? അവരിരിക്കട്ടെ സാർ, കേൾക്കൂ. യു ഹിയർ മീ സാർ. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ജനസംഘത്തിന്റെ കൂടെ ചേർന്ന് എന്തിനാണ് ഈ കുട്ടി പാകിസ്ഥാൻ എന്ന് ചോദിച്ച ആളുകളാണ് കോൺഗ്രസ്സുകാർ. സാർ ഞാൻ പറയാം, ഇരിക്ക്. അദ്ദേഹം പറയട്ടെ. ചരിത്രം അറിയില്ലെങ്കിൽ അത് പഠിക്കൂ. അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ കേൾക്ക്. അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. പറയട്ടെ. അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. ക്രമപ്രശ്നം. യെസ്, ക്രമപ്രശ്നം. ശ്രീ ജലീൽ അവിടെ ക്രമപ്രശ്നം തരണമെങ്കിൽ ഇരുത്തിക്കണം. ശ്രീ ശംസുദ്ദീൻ, മൈക്ക് തരണമെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർ ഇരുത്തിക്കണം അവിടെ. യെസ്, അങ്ങ് ചെല്ലതാ. ഒപ്പോസിഷൻ ലീഡർ വിളിക്കുന്നു. അങ്ങരിക്ക്. അവിടെ ഇരിക്കുക. അപ്പോസിഷൻ ലീഡർ വിളിക്കുന്നുണ്ട്. ഞാനൊരു പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചു, ഇവിടെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് പരിശോധിച്ച് അത് നീക്കം ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങയുടെ റൂളിംഗ് വരാം, പിന്നീട് അങ്ങ് പരിശോധിച്ച് ചെയ്യും. പക്ഷേ അതേ വാചകം, അങ്ങ് പരിശോധിക്കാമെന്ന് പറഞ്ഞ വാചകം ബഹുമാനപ്പെട്ട അങ്ങ് ആവർത്തിച്ചത് ശരിയാണ്? അങ്ങയോടുള്ള അത് ശരിയാണോ? അല്ല, ഞാൻ നിങ്ങളെല്ലാവരോടും, ഞങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ശരിയാണോ അത് അങ്ങനെ ആവർത്തിക്കുന്നത്? അതേ വാചകം വീണ്ടും ആവർത്തിക്കുക. എന്താണ് നിങ്ങൾ ചന്തയിൽ വന്നാണ് ഇരിക്കുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.